ഹലോ അസ്സലാമലൈക്കും. ജാസിയൻ ആശയാണ്. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ജാസി ആശയും വേർപിരിഞ്ഞോ എന്ന്. ഹായ് ഗൈസ്, അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ജാസി ആശയും വേർപിരിഞ്ഞോ എന്നുള്ള കാര്യം. ഇത് ഇപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കാൻ കാരണമെന്ന് വെച്ചാൽ ആശയുടെ ഒരു വീഡിയോ, അതിൻ്റെ ആ ഒരു വീഡിയോയുടെ താഴെ തന്നെ ഉണ്ട്, അത് ടിക്ടോക്കിൽ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് സംസാരിക്കാം. എന്താണ് ആ വീഡിയോ എന്ന് കാണണമല്ലോ. അപ്പം എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാന്നാണ് പറയുന്നത്. പിന്നെന്താ, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ് എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു അക്കൗണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിനു കൊണ്ട് നിൽക്കുന്നത്. എല്ലാ വീഡിയോസും കണ്ട ഗൈസിന് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം. അറിയാലോ, ഞാൻ എനിക്ക് കൂടുതൽ ആക്ട് ചെയ്യാൻ നടക്കാറില്ല. നമ്മളൊരു ഷോപ്പിൽ പ്രൊമോഷൻ കയറിയിരിക്കുകയാണ്. ആ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്നതടക്കം. ഓക്കെ, പ്രൊമോഷൻ കൊണ്ട് തന്നെ വീഡിയോക്ക് നിൽക്കുന്നടക്കം. പിന്നെന്താ, എനിക്ക് വേറെ ജോബൊക്കെ കിട്ടി ഞാനൊക്കെ സെറ്റായി നാട്ടിൽ പോയിട്ട് വരാറുമ്പോൾ ഇവ എന്നെ നാട്ടിലേക്ക് വിടില്ല. എൻ്റെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെച്ച് ഭയങ്കര ബ്ലോക്കിങ്. അപ്പോൾ ഒരു ഹെൽപ്പിന് വേണ്ടി തന്നെ നന്ദിനി റെഡ്ഡി പറഞ്ഞ പെൺകുട്ടിനെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാം, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് ഗൈസ്, ഇവിടെയൊക്കെ ഭയങ്കര പെയിനാണ് ഇതുണ്ട്. അതൊക്കെ കടിച്ച പാടാണ്. ഇതെന്നെ കടിച്ച് മൊബൈലിൻ്റെ ഇത് വെച്ച് കുത്തിയതാണ്. പിന്നെ ഇതൊക്കെ അടിക്കുമ്പോൾ വലുത് നെഗപ്പാടാണ് ഗൈസ്. പിന്നെന്താ, സത്യം പറഞ്ഞാൽ 3 മിനിറ്റ് ഉള്ളൂ വീഡിയോ, ഫുള്ളായി സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത എന്തായാലും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. നേരം ഇതാണ് ആ വീഡിയോ വരുന്നിട്ട്. ഈ വീഡിയോ എന്ന് പറയുന്നത് പണ്ടേ ഇറങ്ങിയ ഒരു വീഡിയോ ആണ്. ഇതിപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കയറി കറങ്ങുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ വീഡിയോ പോസ്റ്റ് ചെയ്തൊരു വ്യക്തി വീണ്ടും പണ്ട് പോസ്റ്റ് ചെയ്തതിനെ പിന്നെയും ഒന്നും കൂടെ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ആൾക്കാർക്ക്, പിന്നെ അതുപോലെ തന്നെ ജാസിയുടെ കുറച്ച് ഉസ്താക്കന്മാരെ വിളിക്കുന്നതും അവരോട് വേർപിരിഞ്ഞു പോകുമോ എന്ന് ചോദിക്കുന്ന കുറച്ച് ഓഡിയോസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇത് ഇപ്പോഴുള്ള വീഡിയോ അല്ല ഗൈസ്, ഇത് പണ്ടേ ഉള്ള വീഡിയോ ആണ്. ഇതിപ്പോഴാണ് പിന്നെയും ഈ പറഞ്ഞ ഇവരോട് ശത്രുതയിലുള്ള ഒരു വ്യക്തി ഇത് പിന്നെയും എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. ഇത് കണ്ടപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇവര് വേർപിരിഞ്ഞു, ഇവര് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ആശി പറയുന്നുണ്ട്, പുള്ളിക്കാരി ജാസി ഈ ആശയെ പിടിച്ചു വെച്ചേക്കുവാണ് എന്നൊക്കെയാണ് ആശി പറയുന്നത്. അതുപോലെ ഉപദ്രവിച്ചെന്നൊക്കെ ഉണ്ട്. പണ്ട് ഇതേപോലെ ഈ വീഡിയോ പണ്ട് ഇറങ്ങിയതാ ഗൈസ്. പണ്ട് ഇറങ്ങിയ സമയത്തും ഈ സംഭവമൊക്കെ തന്നെ ആയിരുന്നു ആശി പറഞ്ഞിട്ടുള്ളത്. അന്നും ഫേസ് ഒക്കെ കാണിച്ചതുപോലെ എന്നെ ഇവിടെ ഉപദ്രവിച്ചു, അടിച്ചു എന്നൊക്കെ, എന്നെ കടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോ അന്നേ ഇറങ്ങിയതാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ ജാസിക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നമുക്ക് കേൾക്കാം. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ജാസി ആശയും വേർപിരിഞ്ഞോ എന്ന്. ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇൻസ്റ്റയിൽ കുറെ ഒരു വീഡിയോസ് ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്, ആശയുടെ കുറെ വീഡിയോസ്, അതേപോലെ ഞാൻ ഉസ്താദിന് കൂടോത്രം ചെയ്തെന്നുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഉള്ള വീഡിയോസ് കേട്ടോ. അതൊക്കെ സംഭവം എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ചെയ്ത വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾ അറിയണം, കാരണം ഒരു ട്രാൻസിന്റെ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു സുന്ദരക്കുട്ടനെയും നമ്മളെ മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളെ കിട്ടുന്നതൊക്കെ വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആശ എന്ന ഒരാള് എൻ്റെ ലൈഫിൽ എത്രത്തോളം എനിക്ക് അവനെ ഇഷ്ടമാണെന്നും അവൻ എൻ്റെ ലൈഫിൽ എത്രത്തോളം എനിക്ക് വേണമെന്നുള്ളതും കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഉസ്താദിന് വോയിസ് അയച്ചതും. ഉസ്താദെ എൻ്റെ ആശി പോകും ഉസ്താദെ, നിങ്ങൾ പറയും ഉസ്താദെ. അവൻ ഉസ്താദ് പറഞ്ഞു ഞാൻ പടച്ചോണ്ടല്ലോ, ഉസ്താദ് ലാസ്റ്റ് കൊണ്ട് ഞാൻ പടച്ചോണ്ടല്ല, എൻ്റെ ആശി പോകൂല, എൻ്റെ ആശി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇതേപോലെയാണ്. അപ്പം സത്യം പറയുകയാണെങ്കിൽ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞത് ഈ ട്രാൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രാൻസിന് ഒരു ആളെ കിട്ടുക, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറെ കിട്ടാനുള്ള കാര്യത്തിൽ വളരെ വലിയ കാര്യമാണ്. കാരണം നമ്മളെ എല്ലാം മനസ്സിലാക്കി നമ്മളെ കൂടെ ചേർത്ത് പിടിക്കുക, നമ്മളെ ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമല്ല നല്ലൊരു പാർട്ട്ണറിനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്. എല്ലാ മനുഷ്യർക്കും നമ്മളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആൾക്കാരെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമല്ല. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. എല്ലാ വ്യക്തികൾക്കും വേറൊരാളെ നമ്മളെ മനസ്സിലാക്കി നിൽക്കുന്ന വേറൊരാളെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ ആശി എന്ന് പറയുന്ന ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ ആകുന്നതിന് മുന്നേ തന്നെ ജാസിയുടെ കൂടെ കൂടിയതാണല്ലോ, അല്ലാതെ ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞപ്പോൾ ആശി കൂടെ വന്നതല്ലല്ലോ. അതിന് മുന്നേ തന്നെ, ട്രാൻസ്ജെൻഡർ ആവുന്നതിന് മുന്നേ തന്നെ ആശിയും ജാസിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. നമ്മുടെ കൂടെ അങ്ങേയറ്റം സപ്പോർട്ടായിട്ടും നമ്മൾ ഒന്ന് തളരുമ്പോൾ കൂടെ നിൽക്കാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും അത് അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ച് ആ ഒരു വ്യക്തിയെ പിടിച്ചു വെച്ചെന്നാണ് അയാൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്, അത് വേറെ കാര്യം.
പക്ഷെ ഇപ്പോൾ ജാസി ഒന്ന് പറഞ്ഞു കേട്ടില്ലേ, എന്താ ഇതുപോലൊരു മൊഞ്ചനെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, ആശി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എങ്ങാണോ ആശി പോയാലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടിലാണ്, അല്ലെങ്കിൽ ആ ഒരു മനപ്രയാസം കൊണ്ടാണ് ഞാൻ ഉസ്താദിന് മെസ്സേജ് അയച്ചതും വോയിസ് അയച്ചതും ഒക്കെ. ഉസ്താദ് പറയുകയും ചെയ്തു ഞാൻ പടച്ചോനൊന്നും അല്ല, ഉസ്താദ് പറഞ്ഞതുപോലെ എന്തായാലും സംഭവിച്ചിട്ടുണ്ട്, ഇതുവരെ ജാസിയും ആശിയും തമ്മിൽ പിരിഞ്ഞിട്ടില്ല എന്നാണ് ജാസി പറയുന്നത്. അപ്പോൾ ഇവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആശയെ പോലുള്ള ഒരാളെ കിട്ടുന്നത് വളരെയധികം ഭാഗ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അല്ലാതെ ട്രാൻസ്ജെൻഡേഴ്സിനെ മാത്രം പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും ഇതുപോലെ മനസ്സിലാക്കി കിട്ടുന്ന വേറൊരാളെ, നമ്മളെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് എന്നുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ. എന്തായാലും ഇതിൻ്റെ ഒരു ക്ലിയറൻസ് എന്ന് പറയുന്നത് ഗൈസ്, ഇത് ഇപ്പോഴുള്ള വീഡിയോയോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത് സത്യം തന്നെയാണ്. ഇവർ നേരത്തെ ഉള്ളൊരു വീഡിയോ ആണ്, ഈ നമ്മുടെ ടിക്ടോക്കൊക്കെ ഉള്ള സമയത്തുള്ളൊരു വീഡിയോ ആണ് ഈ സംഭവം. ഇത് അന്ന് ഇവരുമായിട്ട് അടിയും ബഹളവും നടത്തിയ ഒരു പുള്ളിക്കാരിയാണ് ഇത് പിന്നെയും പോസ്റ്റ് ചെയ്തേക്കുന്നത്. അതിലിത് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ എടുത്ത് പിന്നെയും പോസ്റ്റ് ചെയ്യും എന്നുള്ളത്. അതാണ് സംഭവം. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് പ്രചരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞു, രണ്ടുപേർക്കും രണ്ട് വഴിയായി. പിന്നെ ജാസി ഉസ്താദിനെ വിളിച്ചിട്ട് ഉസ്താദിൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യം ഭയങ്കരമായ വൈറൽ. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.